നമസ്കാരം. ഗണിത പസിലുകളുടെ ഒരു വീഡിയോയുടെ ഒന്നാം ഭാഗം മുൻപ് ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗണിതത്തിലെ കൂടുതൽ രസകരമായിട്ടുള്ള മേഖലകൾ നമ്മൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭാഗങ്ങളായിട്ട് പാർട്ടുകളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ തന്നെ ഗണിതത്തിലെ വളരെ രസകരമായ ഒരു സീരീസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ. ഗണിതത്തിലെ എല്ലാ അരിത്തമാറ്റിക് സീരീസുകളും, അതായത് ഒരു പ്രത്യേക വ്യത്യാസത്തിലോ തുകയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്പര ബന്ധത്തിൽ കുറച്ച് റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ്, പെട്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് നമ്പറുകൾ നിരത്തി അടുത്ത സംഖ്യ ഏത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ഗണിത സീരീസുകൾ ഉണ്ട് എന്നറിയുന്നത് ഒരു രസകരമായിട്ടുള്ള അറിവ് തന്നെയായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കുള്ള സംഖ്യാ സീരീസ് ഇതാണ്. നമുക്കതൊന്ന് പഠിക്കാം. 1, 1, 2, 3, 5, 8, 13, 21, 34, 55 തുടർന്നു പോകുന്നു. ഈ സംഖ്യാശ്രേണിയെ ആദ്യത്തെ നോട്ടത്തിൽ നമ്മൾ വിലയിരുത്തുന്നത് 1 എന്ന സംഖ്യ ആവർത്തിക്കുന്നു. തുടക്കത്തിൽ തന്നെ 1 2 തവണയുണ്ട്. മറ്റ് സംഖ്യകളൊന്നും തന്നെ ആവർത്തിക്കുന്നില്ല. റാൻഡമായി കുറേ സംഖ്യകൾ എഴുതിയിരിക്കുന്നു. 1 ആവർത്തിക്കുന്നു. ആദ്യത്തെ 4 സംഖ്യകൾ നോക്കി നമ്മൾ പറയും 1 1 2 3. അപ്പോൾ ഇത് തുടർച്ചയായ സംഖ്യകളുടെ ഒരു ശ്രേണിയാവും. പക്ഷേ അഞ്ചാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്, 4 അല്ല. അപ്പോൾ മനസ്സിലാകും തുടർച്ചയായ സംഖ്യകളുടെ ഒരു ശ്രേണിയൊന്നും ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത, മറ്റെന്തോ പരസ്പര ബന്ധമുള്ള ഗണിത ശ്രേണിയാണ് തന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കും 1 1 ആവർത്തിക്കുന്നു. അതെന്താണ്? അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നോക്കിയിട്ട് നമുക്ക് ഇതിൽ ബന്ധം കണ്ടെത്താൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ പറയും ഇത് കുറേ അനാവശ്യമായ സംഖ്യകൾ എഴുതിയിരിക്കുന്നു, അല്ലാതെ അതിന് പുറത്തോട്ട് മറ്റൊന്നും തന്നെ ഇല്ല. ഇനി നമ്മളിതിൽ കൂടുതലായിട്ട് നോക്കുമ്പോൾ ചില ആളുകൾ പറയും ഇത് അഭാജ്യ സംഖ്യയാണോ? എന്നാൽ നിങ്ങൾ നോക്കൂ, 2 3 5 ശരിയാണ്. 2 3 5 ഒക്കെ അഭാജ്യ സംഖ്യകൾ തന്നെയാണ്, തുടർച്ചയായി വരുന്നതുമാണ്. എന്നാൽ 1 അഭാജ്യമോ ഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ്, അതൊരു നിഷ്പക്ഷ സംഖ്യയാണെന്ന് പറയാം. എന്നാൽ 5-ന് ശേഷം വരുന്ന 8 ഒരു അഭാജ്യ സംഖ്യയല്ല, 13 ഒരു അഭാജ്യ സംഖ്യ ആണെങ്കിലും 8 ഒരു അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ അഭാജ്യ സംഖ്യകളുടെ തുടർച്ചയായ ശ്രേണിയോ മറ്റോ അല്ല എന്ന് മനസ്സിലായി. പിന്നീട് നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ ഈ പ്രത്യേകത കാണാൻ സാധിക്കും. ആദ്യത്തെ സംഖ്യകളായ 1 1 കൂട്ടിയാൽ ഉത്തരം 2, അതായത് മൂന്നാമത്തെ സംഖ്യ. ഇനി അവസാനത്തെ രണ്ടക്കങ്ങളായ 1 2 കൂട്ടിയാലോ 3 നാലാമത്തെ സംഖ്യയാണ്. ഇതുപോലെ തുടർന്ന് നോക്കാം. 3 ഈ 2 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത അഞ്ചാമത്തെ സംഖ്യയാണ് 5. ഇങ്ങനെ തുടർന്ന് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാനത്തെ രണ്ടക്കങ്ങളുടെ തുകയായി വരുന്ന സംഖ്യയാണ് അടുത്ത സംഖ്യയായി വരുന്നത്. എല്ലാം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇപ്രകാരം ഈ സീരീസിലെ ഇനി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി പറയാനും കഴിയും. ഇത്തരം സീരീസുകൾക്ക് അവസാന രണ്ടക്കങ്ങളുടെ തുകയായാണ് അടുത്ത സംഖ്യ വരുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം സീരീസുകൾക്ക് ഫിബനാച്ചി സീരീസുകൾ എന്ന് പറയുന്നു. സ്ക്രീനിലൊരു ഭീമൻ പേര് കാണാം, ലിയനാർഡോ പിസാലോ ബഗോളോ എന്നുച്ചരിക്കപ്പെടുന്ന പേര്. ഇത് ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹമാണ് ഫിബനാച്ചി സീരീസ് കണ്ടെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ എവിടെയും നമുക്ക് ഫിബനാച്ചി എന്ന പേര് കാണാൻ കഴിയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സീരീസിന് അങ്ങനെ ഒരു പേര് വന്നത്? ഈ ശാസ്ത്രജ്ഞൻ്റെ പിതാവിൻ്റെ പേര് ബൊണാച്ചി എന്നായിരുന്നു. ഇദ്ദേഹം ബൊണാച്ചിയുടെ മകനാണെന്ന് പറയാം, സൺ ഓഫ് ബൊണാച്ചി. സൺ ഓഫ് ബൊണാച്ചി എന്നുള്ളതിന് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത് ഫിയലസ് ബൊണാച്ചി എന്നാണ്. ഫിയലസ് എന്ന് പറഞ്ഞാൽ മകൻ. ഈ പദം ലോപിച്ചാണ് ഫിബൊനാച്ചി അഥവാ ഫിബനോച്ചി എന്ന പേര് വന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കൂട്ടിച്ചേർത്തിട്ടാണ് ഇദ്ദേഹത്തിന് ഈ സീരീസിൻ്റെ പേര് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലങ്ങളായല്ലോ ഈ സീരീസൊക്കെ കണ്ടുപിടിച്ചിട്ട്. ഇദ്ദേഹം ജീവിച്ചത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്. അന്നുള്ള ആളുകൾ പറഞ്ഞ് കാലക്രമേണ ഫിലിയസ് ബൊണാച്ചി എന്നത്, ബൊണാച്ചിയുടെ മകൻ എന്ന പേര് ഫിബനാച്ചി എന്നായി അദ്ദേഹം കണ്ടെത്തിയ ഗണിത സീരീസിന് തന്നെ ലഭിക്കുകയായിരുന്നു. വീഡിയോ കണ്ട പ്രിയ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.